കാസർഗോഡ് കാഞ്ഞങ്ങാട് മറിഞ്ഞ ടാങ്കറിൽ വാതക ചോർച്ചയുണ്ടായത് മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുന്നതിന് ഇടെയാണ്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പ്രദേശത്തെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുകയും 500 മീറ്റർ ചുറ്റളവിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സരീഷ് പി കെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. സരീഷ്, ഇപ്പോൾ മണിക്കൂറുകളായി അവിടെ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? വിദഗ്ധ സംഘം അങ്ങോട്ടേക്ക് എത്തുമെന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അവരങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? കാര്യങ്ങൾ നിയന്ത്രണത്തിലാണോ? ഇപ്പോഴും വാതക ചോർച്ച ഉണ്ട്, പക്ഷേ അത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് വിദഗ്ധ സംഘം നൽകുന്ന മറുപടി. കാരണം മംഗലാപുരത്തു നിന്നും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയൊരു വാൾവിലൂടെ മാത്രമാണ്, അതായത് പ്രഷറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യതിയാനം വന്നതിനാൽ വാൾവിലൂടെ മാത്രമാണ് ഇപ്പോൾ ലീക്കേജ് ഉണ്ടായിരിക്കുന്നത്. അത് കരുതിയാൽ, അതായത് മുൻകരുതലോടെ ഇടപെട്ടാൽ തീർച്ചയായും വലിയ അപകടത്തിലേക്ക് പോകില്ല എന്നുള്ളത് തന്നെയാണ് വിദഗ്ധ സംഘം പറയുന്നത്. ഇന്നലെയാണ് ഈ ലോറി, അതായത് മംഗലാപുരത്ത് നിന്നും കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നത്. ആദ്യ പരിശോധനയിൽ പ്രത്യേകിച്ച് ലീക്ക് ഒന്നും തന്നെ കണ്ടെത്താനായിരുന്നില്ല. എങ്കിൽ പോലും സുരക്ഷാ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. ഇന്ന് രാവിലെ മറ്റൊരു ടാങ്കർ മംഗലാപുരത്തു നിന്നും ഇവിടേക്ക് എത്തിച്ച് അതിലേക്ക് വാതകം മാറ്റുന്നതിനിടയിലാണ് ഒരു വാൾവ് പൊട്ടുകയും ആ വാൾവിലൂടെ ലീക്കേജ് ഉണ്ടാവുകയും ചെയ്യുന്നത്. അതിശക്തമായ ലീക്കേജ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ആ ലീക്കേജിന്റെ, അതായത് വാതക ചോർച്ചയുടെ അളവ് കുറയുന്ന ഒരു സാഹചര്യമായിരുന്നു. എങ്കിൽ പോലും സുരക്ഷ മുൻനിർത്തി ഈ മേഖലയിലെ വൈദ്യുതി ബന്ധം ആദ്യം വിച്ഛേദിക്കുന്നു. അതോടൊപ്പം തന്നെ 500 മീറ്റർ, അതായത് 1/2 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നും ആളുകളെ മുഴുവനായി മാറ്റിപ്പാർപ്പിക്കുന്നു. 1 കിലോമീറ്ററിനപ്പുറത്തേക്ക് വാഹനം ഉൾപ്പെടെയുള്ളവ, ആളുകളെ ഉൾപ്പെടെയുള്ളവ തടയുന്നു. ഇങ്ങോട്ടേക്ക് പ്രവേശിക്കരുത് എന്ന് കർശനമായ നിയന്ത്രണം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ മൊബൈൽ ഉൾപ്പെടെയുള്ളവ സ്വിച്ച് ഓഫ് ആക്കാൻ നിർദ്ദേശം നൽകുന്നു. റേഞ്ച് ഉൾപ്പെടെയുള്ളവ കട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ചിത്രീകരണമോ അതോടൊപ്പം തന്നെ സിലിണ്ടർ ഉൾപ്പെടെ അല്ലെങ്കിൽ ലൈറ്റർ ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുന്നത് മുഴുവനായി, വാഹനം ഓണാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു സ്പാർക്ക് ഉണ്ടാകുന്നത് പോലും തടസ്സപ്പെടുത്തണം എന്ന രീതിയിലുള്ള കൃത്യമായ നിർദ്ദേശം നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി പ്രവർത്തിക്കുന്നു. അതിനുശേഷവും നിലവിൽ ലീക്കേജ് ഉണ്ടാകുന്നത് ഒരു സിലിണ്ടറിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ്. ചാമ്പറുകളായാണ് സാധാരണഗതിയിൽ ഗ്യാസുകൾ കൊണ്ടുപോവുക. അപ്പോൾ സ്വാഭാവികമായും ഒരു ഭാഗത്തുള്ള ആ ലീക്കേജ്, അതായത് ആ സിലിണ്ടറിൽ നിന്നും മറ്റൊരു സിലിണ്ടറിലേക്ക് ആ ലെയറിലെ ഗ്യാസ് മാറ്റിയാൽ സ്വാഭാവികമായും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ്. അതിനുള്ള ശ്രമമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഇപ്പോഴും അവിടെ ജാഗ്രത തുടരുന്ന സാഹചര്യമാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും സരീഷ് പി കെ പങ്കുവെക്കുന്നു.